നമ്മൾ ആമ്പൽ നട്ടുകൊടുത്ത ഈ ഒരു ബോക്സ് നിറച്ചും കൃമികളായിരുന്നേ. അപ്പോൾ നോക്കിയപ്പം ഒരുപാട് കൃമികളുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ സാരിവാലൻ ഗപ്പി മീൻ ഇതിലോട്ട് ഇടാമെന്ന് ഓർത്തു. അപ്പോൾ കൊതുക് മുട്ടയിടുന്നത് തടയാനായിട്ട് ഈ ഒരു ഇത് ചെയ്താൽ മതിയാവും. നല്ല രീതിയിൽ നമ്മുടെ കൃമികളെയൊക്കെ ഇത് കഴിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി മീനുള്ള ഒരു ബോക്സിൽ നിന്ന് ഒരു മീനെ കളക്ട് ചെയ്ത് നമ്മൾ കൊണ്ടുപോയി നമ്മുടെ ആമ്പലിൽ നട്ട ബോക്സിലേക്ക് ഇടാൻ പോവാണ്. അപ്പം ഈ ആമ്പലിൻ്റെ ബോക്സിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തേ. അപ്പോൾ ഫസ്റ്റ് മീൻ ഇട്ട് കൊടുത്തപ്പോൾ മീൻ ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ആയിട്ടൊന്ന് സ്യൂട്ടായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് കൃമികളൊക്കെ പിടിക്കാൻ തുടങ്ങി. ഞാൻ ഒരു 1 ഡേ കഴിഞ്ഞ് നോക്കിയപ്പോൾ എല്ലാ കൃമികളെയും നല്ല രീതിയിൽ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു സാരിവാലൻ മീനാണ്. ഇതിനൊരു കൂട്ടായിട്ട് നമുക്കൊരു ഗപ്പി മീനും കൂടെ ഇട്ട് കൊടുക്കണം. മീൻ ബോക്സിലുള്ള മീനുകളൊക്കെ കാക്ക പറക്കാറുണ്ട്. അപ്പോൾ കാക്ക എടുത്തുകൊണ്ട് പോകുമെന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നേ. ഞാനൊരു ദിവസം കഴിഞ്ഞപ്പോൾ ഈ മീൻ ഇതിലുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ഇതിൽ സേഫായിട്ടുണ്ടായിരുന്നു. കാരണം ഇലകളുള്ളതുകൊണ്ട് ഇതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ഒളിച്ചിരിക്കാനുള്ള ഒരുപാട് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതിനൊരു കൂട്ടായിട്ടൊരു മീനും കൂടെ നമുക്ക് ഈ കൂടെ ഇടണം. അതുപോലെ ഞാൻ ഒരു 1 ഡേ കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ഒരൊറ്റ ക്രീം പോലും ആ വെള്ളത്തിലുണ്ടായിരുന്നില്ല.